നമസ്കാരം. റൈറ്റിംഗ് ഫോർ മാഗസിൻ എന്ന ആദ്യ ചാപ്റ്ററിൽ മാഗസിൻ എന്നാൽ എന്ത്, മാഗസിൻ്റെ ഒരു ഉത്ഭവം എന്താണ്, മാഗസിനും പത്രങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാഗസിൻ റൈറ്റിംഗ് സ്റ്റൈൽസിനെ കുറിച്ചാണ്. മാഗസിൻ രചനാ ശൈലി പത്രങ്ങളിൽ നിന്നും വിഭിന്നമായിട്ട് തികച്ചും ക്രിയേറ്റീവായിട്ടുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ് മാഗസിന് വേണ്ടത്. പത്രം എന്ന് പറയുമ്പോൾ ആനുകാലിക വിഷയങ്ങൾ, വസ്തുതകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡയറക്റ്റായിട്ടുള്ള വാർത്ത എഴുത്ത് ശൈലിയാണ്. എന്നാൽ മാഗസിൻ എന്ന് പറയുമ്പോൾ പത്രങ്ങളിൽ വന്ന സംഭവങ്ങൾ തന്നെ ആഴത്തിൽ പഠിച്ചതിന് ശേഷം അതിൻ്റെ വ്യത്യസ്ത തലങ്ങൾ, വിവിധ ആളുകളുടെ അഭിപ്രായങ്ങളും വ്യാഖ്യാനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ മാഗസിൻ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെ, മാഗസിനുള്ള കണ്ടൻറ്റ് ആ തരത്തിലായിരിക്കും. അപ്പം അങ്ങനെ മാഗസിനിലേക്ക് വേണ്ടി കണ്ടൻറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു മാഗസിൻ രചനാ ശൈലിയുടെ പൊതു സ്വഭാവം എന്താണെന്നുള്ളതാണ്. ഒന്ന്, വെറൈറ്റി ഉണ്ടാവണം. നമ്മുടെ ലാംഗ്വേജിൽ, റൈറ്റിങ്ങിൽ വെറൈറ്റി ഉണ്ടാവണം. ഒരേ സ്റ്റൈലാവരുത്, പല സ്റ്റൈൽസിൽ എഴുതാനുള്ള കഴിവ് വേണം. അതിനാണ് വേഴ്സറ്റാലിറ്റി എന്ന് പറയുന്നത്, വൈവിധ്യമുള്ള എഴുത്ത്. ഇപ്പോൾ ഒരു കഥ എഴുതുന്ന പോലെയല്ല കവിത എഴുതുന്നത്, കവിത എഴുതുന്ന പോലെയല്ല ഒരു ഫീച്ചർ എഴുതുന്നത്, ഒരു ഫീച്ചർ എഴുതുന്ന പോലെയല്ല ഒരു സീരിയസ് ആയിട്ടുള്ള ആർട്ടിക്കിൾ എഴുതുന്നത്. അപ്പോൾ ഓരോന്നിനും, അതേപോലെ എഡിറ്റോറിയൽ എഴുതുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോന്നിൻ്റേതായ ശൈലിയുണ്ട്. മാത്രമല്ല കണ്ടൻറ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് ഒരു സെലിബ്രിറ്റി ഇൻ്റർവ്യൂ നമ്മളൊരു ഫീച്ചറാക്കുന്നത് പോലെ അല്ല നാട്ടിലെ ഒരു വിഷയത്തെക്കുറിച്ച്. ഒരു കോവിഡ്, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ കോവിഡിനെക്കുറിച്ച് നമ്മളൊരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ അതൊരു സെലിബ്രിറ്റി, ഒരു സിനിമ, ഒരു ആക്ടറെ ഇൻ്റർവ്യൂ ചെയ്ത് സ്റ്റോറി എഴുതുന്ന പോലെയല്ല. അത് രണ്ടിൻ്റെയും രണ്ട് മൂഡാണ്. അപ്പോൾ ആ മൂഡിനനുസരിച്ച്, സ്റ്റോറിയുടെ തീമിനനുസരിച്ച്, ആ ടോപ്പിക്കിൻ്റെ നാച്ചർ അനുസരിച്ച് എഴുതാനുള്ള ഒരു സ്കില്ല് ഉണ്ടാവണം. അല്ലെങ്കിൽ അങ്ങനെ ആണ് എഴുതേണ്ടത്. മാഗസിൻ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ മാഗസിനിലെ റൈറ്റിംഗ്, അതിലെ കണ്ടൻറ്റ് തന്നെ വെറൈറ്റി ഉള്ള കണ്ടൻറ്റ്സ് ഉള്ള പോലെ തന്നെ അതിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലും ഡിഫറെൻ്റ് ആയിരിക്കണം. അതേപോലെ ഓരോ കണ്ടൻറ്റിനും സ്യൂട്ടബിൾ ആയിരിക്കണം. അതേപോലെ ക്രിയേറ്റീവ് ആണ്, ഇറ്റ് ഷുഡ് ബി ഹൈലി ക്രിയേറ്റീവ്. പത്രം എന്ന് പറയുന്നത് കുറേയൊക്കെ ഡയറക്റ്റ് ലാംഗ്വേജാണ്, അല്ലേ? നമ്മൾ 5Ws and 1H പഠിച്ചു. എന്ത്, എവിടെ, എപ്പോൾ, എങ്ങനെ, ആർക്ക് സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് അതിൻ്റെ ഫാക്റ്റാണ്. അതങ്ങ് ഡയറക്റ്റായിട്ട് എഴുതിയാൽ മതി പത്രത്തെ സംബന്ധിച്ച്. പക്ഷേ ഒരു മാഗസിൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നിനെക്കുറിച്ചും, പിന്നെ നല്ല ലാംഗ്വേജിൽ, ക്രിയേറ്റീവായിട്ട്, നല്ല ഭാഷയിൽ, അതാണ് നമ്മൾ ഒരു കാര്യം തന്നെ നമുക്ക് പല രീതിയിൽ പറയാൻ പറ്റും, അല്ലേ? നന്നായിട്ട് ക്രിയേറ്റീവായിട്ടും പറയാം, അല്ലെങ്കിൽ പ്ലെയിനായിട്ടും പറയാം. അപ്പോൾ മാഗസിന് വേണ്ടത് ക്രിയേറ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്ത് കാര്യം പറയുകയാണെങ്കിൽ അത് ക്രിയേറ്റീവായിട്ട്, അത് ഹെഡ്ലൈൻ മുതൽ അവസാനം വരെ ക്രിയേറ്റീവ് ആവണം. അത് നമ്മൾ ഇപ്പോൾ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് തരുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ഞാൻ പിന്നെ മുക്കത്തെക്കുറിച്ചൊരു ഫീച്ചർ എഴുതാൻ പറയുകയാണ്. മുക്കം എന്ന് പറയുന്ന ഒരു പിന്നെ ടൗൺ, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ പറ്റി നിങ്ങളോടൊരു ഫീച്ചർ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെയാണ്? പത്രത്തിലാണെങ്കിൽ മുക്കത്ത് എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ അത് വാർത്തയാവുള്ളൂ. പക്ഷേ മുക്കത്തെ പറ്റി ഒരു ഫീച്ചർ എഴുതുമ്പോൾ അത് കുറച്ച് ക്രിയേറ്റീവായിട്ട് മുക്കത്തിൻ്റെ ചരിത്രവും, അതുപോലെ മുക്കത്തിൻ്റെ പിന്നെ കലാപരമായിട്ടുള്ള പ്രത്യേകതകളും, സാംസ്കാരികപരമായിട്ടുള്ള പ്രത്യേകതകളും, വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രത്യേകതകളൊക്കെ നല്ല ഭാഷയിൽ മനോഹരമായിട്ട് മുക്കത്തിൻ്റെ ആ പ്രകൃതി ഭംഗിയൊക്കെ എഴുത്തിൽ കൊണ്ടുവരണം. അപ്പോഴേ അത് എന്താവുള്ളൂ, റീഡബിൾ ആവുള്ളൂ, ഒരു ഫീച്ചറിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് വരുള്ളൂ. അപ്പോൾ ക്രിയേറ്റീവ് ആവണം. ദെൻ ലിറ്റററി സ്റ്റൈലാവണമെന്ന് പറയാറുണ്ട്, ഒരു സാഹിത്യ രചന ശൈലി. അതായത് നമ്മൾ കഥയൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ആസ്വാദനം, ഒരു അനുഭൂതി കിട്ടാറുണ്ട്. നമ്മൾ പിന്നെ കഥയിൽ പറയുന്ന സ്ഥലങ്ങളും പിന്നെ അതുപോലെ സന്ദർഭങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ ഇമാജിൻ ചെയ്യും. ആ ഇമാജിനേഷനാണ് കഥയൊക്കെ വായിക്കാൻ ഏറ്റവും കൂടുതൽ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ഘടകം. അല്ലാതെ ഒരു ആസ്വാദജനകമായിട്ട് നമുക്ക് തോന്നുന്നത് കൊണ്ടാണ്. അതേപോലെ ഫീച്ചറും കുറച്ച് സാഹിത്യമൊക്കെ ആഡ് ചെയ്യാം. ഒരു സ്ഥലത്തെക്കുറിച്ച് എഴുതുമ്പോൾ, ഒരാളെക്കുറിച്ച് എഴുതുമ്പോഴൊക്കെ കുറച്ചൊക്കെ നമുക്ക് സാഹിത്യമൊക്കെ ആഡ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പം ഇതാണ് മാഗസിൻ്റെ ഒരു പൊതു സ്വഭാവം, മാഗസിൻ റൈറ്റിങ്ങിൻ്റെ ഒരു പൊതു സ്വഭാവം. പത്രത്തിൽ വാർത്ത എഴുതുന്നതിനേക്കാളും ക്രിയേറ്റീവായിട്ട്, ഡിഫറെൻ്റായിട്ട്, വെറൈറ്റി അല്ലെങ്കിൽ വൈവിധ്യമുള്ള രചനാശൈലിയാണ്, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി കൂടുതൽ ആവശ്യമായിട്ടുള്ള രചനാശൈലിയാണ് മാഗസിനുകൾക്കുള്ളത്.
ഇനി ഒരു മാഗസിനിലൊരു കണ്ടൻറ്റ് എഴുതുന്ന ആൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ, അല്ലെ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, വായനക്കാരെ അറിയുക എന്നുള്ളതാണ്, ടു നോ ദ റീഡർ. നമ്മളുടെ ഈ ഒരു കണ്ടൻറ്റ്, നമ്മൾ എഴുതാൻ പോകുന്ന കണ്ടൻറ്റ് വായിക്കാൻ പോകുന്നത് ആരാണ് കൂടുതലായിട്ട് നമ്മുടെ കണ്ടൻറ്റുകൾ വായിക്കാൻ പോകുന്നത്, അവരുടെ ഒരു നാച്ചർ, ആറ്റിറ്റ്യൂഡ് എന്താണ്, അതേപോലെ അവരുടെ ടേസ്റ്റ് എന്താണ്, പ്രിഫറൻസ് എന്താണ്, ഇത് ഒക്കെ നമ്മൾ പൂർണ്ണമായിട്ടും പഠിച്ചിട്ട് വേണം അവർക്ക് വേണ്ടി. കാരണം അവർക്ക് വേണ്ടിയാണ് നമ്മൾ എഴുതുന്നത്. വി ആർ റൈറ്റിംഗ് ഫോർ റീഡേഴ്സ്, നമുക്ക് വേണ്ടിയല്ല, വായനക്കാർക്ക് വേണ്ടിയാണ്. അപ്പോൾ അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാവണം നമ്മുടെ എഴുത്ത് അല്ലെങ്കിൽ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ വായനക്കാരെക്കുറിച്ച് പഠിക്കണം, നന്നായിട്ട് അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും താല്പര്യങ്ങളും ആറ്റിറ്റ്യൂഡും ഒക്കെ പഠിച്ചിട്ടാണ് അവർക്ക് വേണ്ടി കണ്ടൻറ്റ് ഡിസൈൻ ചെയ്യേണ്ടത്. അതേപോലെ എന്താണ് നമ്മൾ ഈ എഴുത്തിലൂടെ ഉദ്ദേശിക്കുന്നത്, നോ വാട്ട് യു വാണ്ട് ടു സേ ആൻഡ് അച്ചീവ്, എന്താണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു ഒരു ഒബ്ജക്റ്റീവ്, എന്തിനാണ് ഈ ഒരു കണ്ടൻറ്റ് എഴുതുന്നത്. ഒരു പക്ഷേ കാലിക പ്രസക്തമായിരിക്കും, ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു വായനക്കാർക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിരിക്കാം, അല്ലെങ്കിൽ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അവരെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിരിക്കും. എന്തായാലും എന്തിനാണ് എഴുതുന്നത്, എന്ത് പിന്നെ പറയണം, എന്താണ് നമ്മൾ അവസാനം ഈ ഒരു ആർട്ടിക്കിളിലൂടെ ഉദ്ദേശിക്കുന്നത്, എന്താണ് നമ്മൾ അതിൻ്റെ റിസൾട്ട്, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് കൂടി നമ്മൾ നേരത്തെ പിന്നെ കണ്ടെത്തണം. അതുപോലെ ഓൾവേസ് പ്രിഫർ കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്റ്റ്. അതായത് വളരെ ഫിക്സഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള എവിഡൻസോട് കൂടിയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. നന്നായിട്ട് അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ട് 100% അക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് വായനക്കാർക്കും അത് ഓതൻറ്റിക് ആണ് അല്ലെങ്കിൽ അത് വിശ്വസനീയമാണെന്നുള്ളൊരു തോന്നലുണ്ടാവണം. അതേപോലെ തന്നെ ആക്യുറസി ആൻഡ് റീഡബിലിറ്റി നമ്മൾ പഠിച്ചതാണ്, കൃത്യമായിരിക്കണം, വായിക്കാൻ എളുപ്പമുണ്ടാവണം. ഹാവ് ആൻ അറ്റൻഷൻ ഗ്രാബിങ് ഇൻട്രോ, അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. ഒരു കണ്ടൻറ്റ് നമ്മൾ വായിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ ഭാഗം, അതായത് ഹെഡ്ലൈൻ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇൻട്രോ, ലീഡ്, അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. അത് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് ബാക്കി ഭാഗം വായിക്കാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഇൻട്രോ, തുടക്കം, ബിഗിനിങ്, ലീഡ് കൊടുക്കണം. അതുപോലെ ഫ്രഷ് വേസ് ടു അപ്രോച്ച് ദ സബ്ജക്റ്റ്, റൈറ്റ് should follow fresh ways to approach the subject. ഒരു വിഷയം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത അല്ലെങ്കിൽ മാഗസിനുകളൊക്കെ പ്രസിദ്ധീകരിച്ച വായനക്കാർക്ക് അറിയുന്നൊരു വിഷയമാണെങ്കിലും അത് പുതിയൊരു ഭാവത്തിലും രൂപത്തിലും പറയുമ്പോൾ വീണ്ടും അത് ആളുകൾ വായിക്കുന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പുതിയ വഴികൾ, പുതിയ സമീപനം, ഒരു കാര്യം അവതരിപ്പിക്കാൻ പുതിയ രീതികൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. അതേപോലെ കീപ് ഷോർട്ട് സെൻറ്റൻസസ്, അത് ന്യൂസിനും ആവശ്യമാണ്. ചെറിയ സെൻറ്റൻസുകളാക്കുക എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ ഒറ്റ സെൻറ്റൻസിൽ തന്നെ പറയുമ്പോൾ അത് പിന്നെ അതിൻ്റെ റീഡബിലിറ്റിയെ ബാധിക്കും, ജനങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അതെപ്പോഴും ഷോർട്ട് സെൻറ്റൻസസ് ആണ് നല്ലത്. ദെൻ പ്രൊമോട്ട് വൈബ്രൻറ്റ് സ്റ്റൈൽ, അതാണ് ഓരോ കാലത്തെയും ശൈലി അല്ലെങ്കിൽ വായനക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ യൂത്തിനൊക്കെ വേണ്ടി എഴുതുമ്പോൾ അവരുടേതായൊരു സ്റ്റൈലുണ്ടാവും, വൈബ്രൻ്റ് ആയിട്ടുള്ള അവരുടെ പദപ്രയോഗങ്ങളും കാര്യങ്ങളും, അവർ പരസ്പരം ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റൈലുണ്ട് കോൺവെർസേഷനിലൊക്കെ. അതൊക്കെ നമ്മൾ എഴുത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ പിന്നെ പൾസ്, നമ്മളങ്ങനെ പറയാറുണ്ട്, ഓരോ കാലത്തിൻ്റെയും അല്ലെങ്കിൽ വായനക്കാരുടെയും പൾസ് അറിഞ്ഞുകൊണ്ട് എഴുതുക. അപ്പോൾ പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ കുറച്ചുകൂടി യൂത്ത് എന്താണ് എക്സ്പോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പിന്നെ ഡെയിലി ലൈഫിൽ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രചന ശൈലിയാണ് മാഗസിന് നന്നാവുക. അതേപോലെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് ടു നോ ദ എഡിറ്റോറിയൽ പോളിസി, റൈറ്റർ ഹാസ് ടു നോ ദി എഡിറ്റോറിയൽ പോളിസി. ഒബ്വിയസ്ലി അത് ഒരു ന്യൂസ് പേപ്പർ ആണെങ്കിലും മാഗസിൻ ആണെങ്കിലും ഒക്കെ തന്നെ ആ മാഗസിൻ്റെ പോളിസി എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം അതിലേക്കുള്ള കണ്ടൻറ്റുകൾ ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു മാഗസിനിലേക്ക് ഒരു കണ്ടൻറ്റ്, അത് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഫീച്ചർ അല്ലെങ്കിൽ കോളം അല്ലെങ്കിൽ എഡിറ്റോറിയൽ, ഒരു ഇൻ്റർവ്യൂ, എന്തോ ആയിക്കോട്ടെ, എഴുതുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ ഗൈഡ് ലൈൻസ് ഫോർ എ മാഗസിൻ റൈറ്റർ. ഇനി ഒരു ആർട്ടിക്കിൾ, മാഗസിനിൽ നമ്മൾ കൂടുതലായിട്ട് കാണുന്ന ഒരു കണ്ടൻറ്റാണ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ലേഖനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ വളരെ സീരിയസ് ആയിട്ടുള്ള ലേഖനങ്ങളുണ്ട്, അതുപോലെ ലൈറ്റ് എൻ്റർടൈൻമെൻറ്റ് ഉദ്ദേശിച്ചുകൊണ്ടുള്ള പിന്നെ ലേഖനങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ഒരു മാഗസിൻ ആർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ ലേഖനത്തിൻ്റെ പിന്നെ സ്ട്രക്ചർ എന്താണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത് ബിഗിനിങ് ആണ്.
ബിഗിനിങ് നമ്മൾ പറയുന്നത് എന്താണ്? ഇൻട്രോ, ലീഡ് തന്നെയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ അതിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലീഡ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ആ ഒരു വിഷയത്തിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വായനക്കാർ പ്രാധാന്യത്തോട് വായിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ലീഡ് അല്ലെങ്കിൽ ഇൻട്രോ അല്ലെങ്കിൽ ഒരു ബിഗിനിങ് അതിന് കൊടുക്കുക എന്നുള്ളതാണ്. അതിലാണ് ആ ഒരു സ്റ്റോറിയുടെ അല്ലെങ്കിൽ ആ ഒരു ആർട്ടിക്കിളിൻ്റെ റീഡബിലിറ്റിയുടെ ഘടകം, ഏറ്റവും വലിയ ഘടകം ഉള്ളത്. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആണ്, ബാക്കി ഭാഗം കൂടി ആളുകൾ വായിച്ചോളും. അപ്പോൾ അതെങ്ങനെ നമുക്ക് തുടങ്ങാം? ലീഡ് എന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പറിനൊക്കെ ആണെങ്കിൽ സാധാരണ സമ്മറി ലീഡാണ് നമ്മൾ പഠിച്ച 5 Ws and 1H. ഡയറക്റ്റായിട്ട് സംഭവിച്ച കാര്യങ്ങൾ എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണെന്നൊക്കെ ഉള്ളത് ഡയറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരു മാഗസിനിലേക്ക് വരുമ്പോൾ അതിന് ഏത് സ്റ്റൈലും യൂസ് ചെയ്യാം. സമ്മറി ലീഡ് തന്നെ വേണമെന്നില്ല. വേണമെങ്കിൽ ഒരു 2 വരി കവിത, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഏതെങ്കിലും കവിതയുടെ 2-3 വരി ആദ്യം നമുക്ക് ലീഡിൽ കൊടുക്കുക. അതുകൊണ്ട് നമുക്കൊരു സ്റ്റോറി തുടങ്ങാൻ പറ്റും. ഇപ്പോൾ കേരളത്തെക്കുറിച്ച് നമ്മളൊരു ഒരു ആർട്ടിക്കിൾ എഴുതുകയാണെങ്കിൽ കേരളത്തെക്കുറിച്ച് കവികൾ, ഏതെങ്കിലും പ്രശസ്തനായിട്ടുള്ള കവി എഴുതിയ കവിതയുടെ 2-3 ലൈൻസ് ആദ്യം കൊടുക്കാം, അല്ലേ? ഒരു അനക്ഡോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം. അപ്പോൾ അത് അത് മറ്റ് നമ്മുടെ ഈ സംഭവമായിട്ട്, നമ്മൾ ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കവിതാ ശകലങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കൊട്ടേഷൻസോ പ്രോവർബൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലീഡിൽ അല്ലെങ്കിൽ ആദ്യ ഭാഗത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊരു മനോഹരമാക്കും. ഒരു 4 വരി കവിത അതിനെ കണക്ട് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ കൂടി പറയുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ലീഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് മിഡിലാണ്. മിഡിൽ എന്ന് പറയുന്നതാണ് നമ്മൾ വാർത്തയിൽ നമ്മൾ ഹാർഡ് ന്യൂസിൻ്റെ കേസിൽ ലീഡ്, ബോഡി, കൺക്ലൂഷൻ പറഞ്ഞല്ലോ. ആ ലീഡാണ് ബിഗിനിങ് നമ്മൾ പറഞ്ഞത്. ബോഡിയാണ് മിഡിൽ, രണ്ടാമത്തെ ഭാഗം മിഡിൽ. ന്യൂസിൻ്റെ ബോഡി എന്ന് പറയുന്നത് ആർട്ടിക്കിളിൽ വരുമ്പോൾ മിഡിലായി. ഈ മിഡിൽ പീസിലാണെങ്കിൽ മധ്യഭാഗത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്മൾ ലീഡിൽ പറഞ്ഞ അല്ലെങ്കിൽ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് മിഡിലാണ്. ഈ മിഡിൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ റൈറ്ററുടെ ഓൺ ഇൻ്റർപ്രിറ്റേഷൻസ് ഉണ്ടാവാം, വ്യാഖ്യാനങ്ങളുണ്ടാവാം. അതുപോലെ മറ്റ് ആളുകളുടെ ആ വിഷയമായിട്ട് നമ്മളിപ്പോൾ കൈകാര്യം ചെയ്യുന്ന, എഴുതുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് പല ആളുകളെയും നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, അവരുടെ ഒപ്പീനിയൻസ്, അഭിപ്രായങ്ങൾ നമുക്ക് കോട്ട്സായിട്ട്, ഡയറക്റ്റ് കോട്ട്സായിട്ടോ അല്ലാതെയോ നമുക്ക് മിഡിൽ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നാണ് മിഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ മിഡിലായിരിക്കും ഒരു മാഗസിൻ ആർട്ടിക്കിളിൻ്റെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഭാഗം, ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് മിഡിലാണ്. കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ അല്ലെങ്കിൽ ബിഗിനിങ് കഴിഞ്ഞ്, ലീഡ് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗത്താണ്. ദെൻ ദ ലാസ്റ്റ് പാർട്ട് ഇസ് എൻഡിങ്, അവസാനം. നമ്മൾ ലീഡ്, ബോഡി, കൺക്ലൂഷൻ പഠിച്ചല്ലോ വാർത്തയുടെ. ആ കൺക്ലൂഷനാണ് ഇവിടെ എൻഡിങ് എന്ന് പറയുന്നത്. വാർത്ത നമ്മൾ നേരത്തെ തുടങ്ങിയ പോലെ ഒരു ഇൻട്രസ്റ്റിംഗ് എൻഡിങ്, ഒരു കൺക്ലൂഷൻ കൂടി നമ്മുടെ ആർട്ടിക്കിളിന് ഉണ്ടാവണം. അത് ഇൻട്രസ്റ്റിംഗ് ആവണമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫർദർ റീഡിങ്, ഇതേ എഴുത്തുകാരന് വേറെ എഴുതിയാലും അതും ആളുകൾ വായിക്കണമെങ്കിൽ അതിന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എൻഡിങ് കൂടി വേണം. അതേപോലെ ഒരു ഫർദർ സ്റ്റോറിക്കുള്ള എന്തെങ്കിലും ഒരു സ്കോപ്പും കൺക്ലൂഷനിൽ ലാസ്റ്റ് ഭാഗത്ത് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇനി ഈ 3 ഭാഗവും അല്ലാതെ എക്സ്ട്രാ ക്രെഡിറ്റ്, ഈ 3ലും പറയാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു മാഗസിൻ ആർട്ടിക്കിൾ എഴുതുന്നതിന് മുമ്പായിട്ട് റൈറ്റർ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ടാവും, അല്ല റിസർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ടാവും. ഇതെല്ലാം കൂടി ബിഗിനിങ്ങിലും മിഡിലും അതുപോലെ എൻഡിങ് വരെയുള്ള ഭാഗങ്ങൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എക്സ്ട്രാ ക്രെഡിറ്റ് ആയിട്ടാണ് കൊടുക്കാറ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാഗസിനിലൊക്കെ മെയിൻ പീസസിൻ്റെ കൂടെ അഡീഷണലായിട്ട് കൊടുക്കുന്ന ബോക്സുകളൊക്കെ ഇല്ലേ, ബോക്സിലൊക്കെ ടേബിളുകളായിട്ട് ബോക്സുകളായിട്ടൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളെയാണ് എക്സ്ട്രാ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഓരോ പേജിലും ഉണ്ടാവും ഇത്തരം ബോക്സസ് ഒക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഫോഗ്രാഫിക്സ് ഒക്കെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ കോവിഡിനെ പറ്റി നമ്മളൊരു ഫീച്ചർ എഴുതുമ്പോൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾ എഴുതുമ്പോൾ അതിൽ നമ്മൾ കോവിഡിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഇപ്പോൾ ഇന്ത്യയിലുള്ള കേസുകൾ, സംസ്ഥാന തല കണക്കുകൾ, കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. ഓക്കെ, അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ്, കാര്യങ്ങൾ, വാക്സിനേഷൻ്റെ കാര്യങ്ങൾ, നിയന്ത്രണങ്ങളൊക്കെ നമ്മളതിൽ പറയും. അതിൻ്റെ കൂടെ ആ ഒരു പേജ് തന്നെ നമുക്ക് വേണമെങ്കിൽ കോവിഡ് കേസുകൾ സംസ്ഥാന തലത്തിൽ അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിലും കോവിഡ് കേസുകളുടെ കണക്കുകൾ, എണ്ണം, ഡെയിലി കേസസ്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഡെയിലി കേസസിൻ്റെ എണ്ണം നമുക്ക് ഒരു ടേബിളായിട്ടോ ചാർട്ടായിട്ടോ കൊടുത്തുകൂടെ, ഡിസൈൻ ചെയ്യാം.
അല്ലേ? ഇപ്പോൾ പിന്നെ നമുക്കിങ്ങനെ ഓരോ സംസ്ഥാനം, കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഇങ്ങനെ ആ ഓർഡറിൽ എങ്ങനെ പറഞ്ഞിട്ട് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെയും കോവിഡ് കേസുകളുടെ എണ്ണം 2 കോളത്തിലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ടേബിളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ആ വായിച്ച ആളുകൾക്ക്, അല്ലെങ്കിൽ വായിച്ച ആളുകൾക്കോ അല്ലെങ്കിൽ തീരെ വായിക്കാത്ത ആളുകൾക്കോ ഈ ടേബിൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കോവിഡിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവും. അത് എക്സ്ട്രാ ക്രെഡിറ്റ് ആണ്. ഓക്കെ, നമ്മൾ വാർത്തയിൽ പറഞ്ഞ് നമ്മുടെ ആർട്ടിക്കിളിൽ മെയിൻ പീസസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അതൊന്നുകൂടി ഒന്ന് സമ്മപ്പ് ചെയ്തിട്ടോ ടേബിളിലോ ഒക്കെ ആയിട്ട് കൊടുക്കുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ടേബിൾ തന്നെ ആവണമെന്നില്ല, ഇൻഫോഗ്രാഫിക്സ് ആയിട്ടോ ഗ്രാഫുകളായിട്ടോ മറ്റേതെങ്കിലും രീതിയിൽ നമ്മൾ മെയിൻ പീസസിൽ ആർട്ടിക്കിളിൻ്റെ മെയിൻ ഭാഗത്ത് കൊടുക്കാത്ത കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നതിനെയാണ് എക്സ്ട്രാ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇതും ഒരു മാഗസിൻ ആർട്ടിക്കിളിനെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സംഗതിയാണ്. കാരണം പലപ്പോഴും ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ചിലപ്പോൾ 4 പേജോ 5 പേജോ ഒക്കെ ഉണ്ടാവും. ഈ 5 പേജ് ലെങ്തി ആയിട്ടുള്ള പിന്നെ ഒരു ആർട്ടിക്കിൾ മുഴുവനായിട്ട് വായിച്ച ആളുകൾക്ക് തന്നെ പല കാര്യങ്ങളും ചിലപ്പോൾ എന്ത് ചെയ്യും, മറന്നുപോകും. കഴിഞ്ഞ പേജിലുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോകും ചിലപ്പോൾ. അപ്പോൾ അവർ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് റിമൈൻഡ് ചെയ്യാന്നുള്ള ഒരു ഫങ്ഷൻ കൂടി എക്സ്ട്രാ ക്രെഡിറ്റിന് കൊണ്ടുണ്ട്. മാത്രമല്ല മാഗസിൻ്റെ ഡിസൈൻ്റെ പേജിൻ്റെ ഭംഗി വർദ്ധിക്കാനും ഈ ഒരു എക്സ്ട്രാ ക്രെഡിറ്റ് കൊണ്ട് സാധിക്കും. അത് ഇപ്പോൾ ബാക്കിയുള്ളതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെങ്കിൽ അതിൽ ഫോട്ടോസൊന്നും വേറെ ഇല്ലെങ്കിൽ ഈ സെൻറ്ററിലോ മറ്റൊരു ടേബിൾ കൊടുത്തിട്ട് ഇതേപോലെ കൊടുത്തിട്ട് അതിന് കളർഫുള്ളായിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിൻ്റെ ഒരു അട്രാക്ഷനും വർദ്ധിക്കും. അപ്പോൾ ഒരു ഡിസൈൻ എലമെൻറ്റ് കൂടിയാണ് എക്സ്ട്രാ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം എങ്ങനെ നോക്കിയാലും മാഗസിനിൻ്റെ ഒരു ആർട്ടിക്കിളിൽ അത് വലിയ ലെങ്തി ആർട്ടിക്കിളാണെങ്കിൽ അവിടെ ഒരു എക്സ്ട്രാ ക്രെഡിറ്റ് വായനക്കാരെ സംബന്ധിച്ച് വായന എളുപ്പമാക്കാനും ആ ആർട്ടിക്കിളിൻ്റെ മൊത്തത്തിലുള്ള റീഡബിലിറ്റി വർദ്ധിപ്പിക്കാനും കാരണമാവും. അപ്പോൾ ഇതാണ് ഒരു മാഗസിൻ ആർട്ടിക്കിളിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ബിഗിനിങ് വേണം, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തുടക്കം വേണം. അതേപോലെ ഈ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എക്സ്പ്ലനേഷൻസ് അതിൻ്റെ മധ്യഭാഗത്ത് വരണം. അതാണ് നമ്മൾ മിഡിൽ എന്ന് പറയുന്നത്. അതിലാണ് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ആംഗിളുകളും ഒപ്പീനിയനുകളും പല ആളുകളും പറഞ്ഞ കാര്യങ്ങളും നമ്മളുടേതായ വ്യാഖ്യാനങ്ങളും, നമ്മളുടെ മീൻസ് റൈറ്ററുടെ വ്യാഖ്യാനങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത് ആർട്ടിക്കിളിൻ്റെ മധ്യഭാഗത്താണ്. അതിനാണ് മിഡിൽ എന്ന് പറയുന്നത്. അവസാനം നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 1-2 സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ 1-2 സെൻറ്റൻസിൽ നമ്മൾ ആ ഒരു ആർട്ടിക്കിൾ അവസാനിപ്പിക്കുന്നതാണ് എൻഡിങ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ 3 ഭാഗത്തും ഉൾപ്പെടുത്താൻ പറ്റാത്ത, അതേസമയം ആ ആർട്ടിക്കിളിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പിന്നെ എക്സ്ട്രാ ക്രെഡിറ്റ് ആയിട്ടും കൊടുക്കുന്നു. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഒരു മാഗസിൻ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, മാഗസിൻ സ്ഥിരമായിട്ട് വായിക്കുക. 1-2 മാഗസിൻ റെഗുലറായിട്ട് വായിക്കുമ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടി ബോധ്യപ്പെടും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.